പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ശാന്തമായി നമുക്കായിരിക്കാം. നമ്മിപ്പോൾ ഏത് സാഹചര്യത്തിലും എവിടെയായിരിക്കുന്നതാണെങ്കിൽ പോലും, ഓഫീസിലോ വീട്ടിലോ ഡ്രൈവിങ്ങിലോ മറ്റേത് സ്ഥലങ്ങളിലും ആയിക്കട്ടെ, എപ്പോഴെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം നമുക്ക് ഹൃദയപൂർവ്വം ഈശോയുടെ തിരുസാന്നിധ്യത്തെ തിരിച്ചറിയാം. അവിടുന്ന് നമ്മെ ശ്രവിക്കുവാനും നമ്മോട് സംസാരിക്കാനും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ കുറേ സമയമായിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഹൃദയപൂർവ്വം മനസ്സിൽ സാന്നിധ്യം കൊണ്ട് അവിടുത്തെ ആ വലിയ തിരുസാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ മാന്ധാന ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. യോഹന്നാൻ ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ പറയുന്ന കാര്യം ഇതാണ്: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാണ്. ഈ ചിന്ത ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ദൈവത്തിൻ്റെ വചനം, ഈശോയുടെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പതിപ്പിച്ച് ഉറപ്പിക്കാനായി സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലാണ് യോഹന്നാൻ മാന്ധാന ഈശോയെ കണ്ടപ്പോൾ പറയുന്ന ഈ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുക. വാക്കുകൾ ഇതാണ്: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എത്രയോ ലളിതമെന്ന് തോന്നുന്ന ഈ വാക്കുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കുമുള്ള ഉത്തരമുണ്ട് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതിനേക്കാൾ മഹത്തരമായൊരു ചിന്ത നമുക്ക് ലഭിക്കാനായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ബലഹീനരാണ്, പാപികളാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വിപരീതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോവുക. അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായിട്ട് ഈശോ തമ്പുരാനെ യോഹന്നാൻ മാന്ധാന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. പക്ഷേ പലപ്പോഴും നമ്മളറിയാതെ പാപത്തിലകപ്പെട്ടു പോകുന്നുണ്ട്. ആ പാപം നമ്മളെ പല വഴികളിലേക്ക് നയിക്കുകയാണ്. നമ്മൾ മുട്ടേണ്ട വാതിലിൽ മുട്ടാതെ മറ്റു പല വാതിലുകളും മുട്ടുന്നതിന് കാരണമായി തീരും. പക്ഷെ യോഹന്നാൻ മാന്ധാന എപ്പോഴും കൂടെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്: ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്കറിയാം, ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട് എങ്ങനെയാണ്, ഈശോ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ മാറ്റുന്നത് എന്ന് നമുക്കറിയാം. അവിടുന്ന് തൻ്റെ കുരിശുമരണത്തിലൂടെ, അവിടുത്തെ പീഡാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉദ്ധാനത്തിലൂടെയാണ് അവിടുന്ന് നമ്മുടെ പാപങ്ങൾ പരിപൂർണമായി നീക്കം ചെയ്തത്. ഇന്നും ആ കാൽവരിയിലെ സ്നേഹം, ആ കാൽവരിയുടെ ബലി സജീവമായി നിലനിൽക്കുകയാണ്. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ ആ വലിയ കാരുണ്യം, കാൽവരിയിൽ കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രതിഫലമായിട്ടാണ്, അല്ലെങ്കിൽ പ്രതിഫലനമായിട്ട്, പ്രതീകമായിട്ട്, അല്ലെങ്കിൽ അതേ ബലിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലായിരിക്കുക. ഒരു വ്യത്യാസമില്ല. കാരണം ഈശോ ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഒരാൾ തന്നെയാണ്. സമയത്തിനും കാലത്തിനും അതീതമായി ദൈവത്തിന് തൻ്റെ പ്രവൃത്തികളെ, ഈ യാഗബലിയെ, രക്ഷാകര ബലിയെ മാറ്റാനായി സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് അവൻ പൂർണ്ണമായ മനുഷ്യനും പൂർണ്ണമായ ദൈവമാണെന്ന് പറയുക. ഈ ലോകത്തിൽ എത്രമാത്രം അസത്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും ഈ ലോകത്തിലെ കാര്യങ്ങൾ പോകില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ തെറ്റിലേക്ക് വീണു പോവുക.
അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ പരാജിതരായിത്തീരുക. അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മുടെ പദ്ധതികൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകാതിരിക്കുക. എന്നാൽ അതൊരു ക്ഷണികമായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷെ നിത്യവും അവസാനവുമില്ലാത്തതുമായ ഒരു രക്ഷാദായകമായ ഒരു സാന്നിധ്യം, ജീവൻ നൽകുന്നവനായ കുഞ്ഞാട് നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ സ്നേഹത്തിൽ പങ്കുചേരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ യഥാർത്ഥ ശിഷ്യരായിത്തീരുന്നത്. പാപത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കാനായിട്ട് വന്നവനായ ഈശോ. അതുകൊണ്ടാണ് അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി അവിടെ നിന്നുള്ളവരെ കൂടി ഉയർപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. പാപങ്ങൾ കഴുകി നമ്മെ വിശുദ്ധമാക്കാൻ വേണ്ടിയാണ് അവൻ കാൽവരിയിൽ തിരുരക്തം ചിന്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ ഈശോയെ നമുക്ക് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. ഈശോയെ മുറുകെ പിടിക്കണം നമുക്ക്. മറ്റ് ഭൗതിക വസ്തുക്കളിലും മറ്റെല്ലാം വായിക്കൊള്ളട്ടെ, പക്ഷേ ഈശോയിൽ നിന്നുള്ള പിടിവിടരുത്. മറ്റെല്ലാവരെയും പിടിച്ചോ, പക്ഷേ ഈശോയിൽ നിന്നും പിടിവിടാതെ വേണം അവരെല്ലാം ചേർത്ത് നിർത്താനായിട്ട്. കാരണം അവരെ കൂടി ഈശോയിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കണം. അവിടുത്തെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാകണം. തിരുവചനം. അതുകൊണ്ടാണ് പഴയ അച്ഛൻ പറയുന്നത്, തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാണ് എന്ന്. തിരുവചനം ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയണം. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ചുവടും വയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദിവ്യ കുഞ്ഞാടിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അവിടുന്ന് നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെയുണ്ട്. അവിടെ നമ്മുടെ യാത്രയിൽ നിറസാന്നിധ്യമായുണ്ട്, സജീവ സാന്നിധ്യമായിട്ടുണ്ട്. എമ്മാവൂസിലേക്ക് പോയ യാത്രയിലെ ശിഷ്യന്മാരുടെ കൂടെയായിരുന്നത് പോലെ നമ്മുടെ കൂടെ അവിടുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ. അതുകൊണ്ടാണ് നമുക്കൊന്ന് ഹൃദയപൂർവ്വം ഈശോയുടെ വലിയ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു സുദിനമാണിന്ന്. ആ കനിഞ്ഞു നൽകിയ ഹൃദയ സ്നേഹത്തെ, ആ കനിഞ്ഞു നൽകിയ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് പ്രത്യേകം സ്നേഹത്തോടെ ആയിരിക്കാം മനസ്സിലാക്കാം. ഈശോയുടെ വലിയ സ്നേഹം, ഈശോയുടെ വലിയ ത്യാഗം, ഈശോ നമുക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം, അതിൻ്റെ യോഗ്യത മാത്രമേ ഉള്ളൂ നമുക്ക്. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് പറയാനും ചോദിക്കാനും ആശ്രയിക്കാനും. ഈശോയുടെ തിരുരക്തം നമ്മെ സംരക്ഷിക്കട്ടെ. ഈശോയുടെ തിരു സാന്നിധ്യം എപ്പോഴും നമുക്ക് ഒരു പുതിയ ജീവൻ നൽകുന്നതിന് കാരണമായി തീരട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.